ശബരിമല അഷ്ടാഭിഷേക ക്രമക്കേടിൽ ഓഡിറ്റ് വകുപ്പ് സ്വതന്ത്ര അന്വേഷണം നടത്തണമെന്ന ഇടക്കാല ഉത്തരവ്. കഴിഞ്ഞ 10 വർഷത്തെ മുഴുവൻ വഴിപാട് രേഖകളും ഹാജരാക്കാനും ഹൈക്കോടതി നിർദ്ദേശം നൽകി. എല്ലാ വഴിപാടുകളുടെയും വിശദാംശങ്ങളും കോടതിക്ക് നൽകണം. വഴിപാട് സാധനങ്ങൾ വിതരണം ചെയ്ത സുനിൽകുമാർ ഉൾപ്പെടെയുള്ള സ്പോൺസർമാരുടെ വിവരങ്ങളും വേണമെന്നും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി കൊച്ചി ദിനം രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, ഈ ഒരു വിഷയത്തിൽ ഒരുപാടിലും സ്പോൺസർഷിപ്പിലായാലും നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് ഹൈക്കോടതി. എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് കോടതി ഇതിനകം നൽകി കഴിഞ്ഞത്? സുരേഷ്, ശബരിമലയിലെ അഷ്ടാഭിഷേക ക്രമക്കേടിൽ നേരത്തെ തന്നെ ഹൈക്കോടതി ഇടപെട്ടുകൊണ്ടാണ് സ്വമേധയാ ഹർജി സ്വീകരിച്ചുകൊണ്ട് ചില നടപടികൾ സ്വീകരിച്ചത്. ഇപ്പോൾ ഇത് സംബന്ധിച്ച് ഹൈക്കോടതി ഒരു ഇടക്കാല ഉത്തരവ് പുറത്തുവിട്ടിരിക്കുകയാണ്. അതിൽ പറയുന്നത് ഈ കഴിഞ്ഞ 10 വർഷത്തെ അഷ്ടാഭിഷേകം, അതോടൊപ്പം തന്നെ മഹാനിവേദ്യം, ഗണപതി ഹോമം, അങ്ങനെ എല്ലാ വഴിപാടിന്റെയും വിശദാംശങ്ങൾ എത്രയും വേഗം ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ ഹാജരാക്കണം. കഴിഞ്ഞ 10 വർഷത്തെ വഴിപാട് രേഖകളാണ്. അതിൽ വഴിപാടിന്റെ രജിസ്റ്റർ ഉണ്ട്, നടവരവ് സംബന്ധിച്ചുള്ള കാര്യങ്ങളുണ്ട്. അതെല്ലാം സംബന്ധിച്ചുള്ള വിശദാംശങ്ങളും രേഖകളുമാണ് ഹൈക്കോടതിയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സമർപ്പിക്കേണ്ടത്. അത് മാത്രമല്ല, ഈ വഴിപാട് പൂജാ സാധനങ്ങൾ അത് വിതരണം ചെയ്ത സുനിൽകുമാർ ഉൾപ്പെടെയുള്ള എല്ലാ സ്പോൺസർമാരെയും സംബന്ധിച്ചുള്ള വിശദാംശങ്ങളും രേഖകളും ഹൈക്കോടതിയിൽ സമർപ്പിക്കണം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതുമാത്രമല്ല, ഈ 10 വർഷത്തെ വഴിപാടുകൾ സംബന്ധിച്ചുള്ള രേഖകൾ അത് കൃത്യമായിട്ട് പരിശോധിച്ച ശേഷം ഒരു സ്വതന്ത്ര അന്വേഷണം ഓഡിറ്റ് വകുപ്പ് നടത്തണം. അതിന്റെ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയും വേണം. നേരത്തെ അഷ്ടാഭിഷേകം ഉൾപ്പെടെയുള്ള പൂജയുടെ സാമഗ്രികൾ, പൂജാ സാധനങ്ങൾ വാങ്ങിച്ചതിൽ ഒരു അന്വേഷണം വേണമെന്നുള്ള നിലപാട് ഹൈക്കോടതി സ്വീകരിക്കുകയും ഓഡിറ്റ് വകുപ്പിനോട് ഓഡിറ്റ് നടത്താൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാ വഴിപാടുകളും സംബന്ധിച്ചുള്ള വിശദാംശങ്ങളാണ് ഹൈക്കോടതി തേടിയിരിക്കുന്നത്. അത് മാത്രമല്ല, അതിന്റെ എല്ലാ രേഖകളും ഹാജരാക്കണം. നേരത്തെ ദേവസ്വം വിജിലൻസ് ആണ് അഷ്ടാഭിഷേകം ഉൾപ്പെടെയുള്ള വഴിപാടുകളിൽ വൻ ക്രമക്കേടുണ്ടെന്ന് കണ്ടെത്തിയിട്ടുള്ളത്. അതായത് വിശദാംശങ്ങൾ നൽകിയത്.